അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയങ്കരരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഫത്ഹുൽ മുഈനിൽ നിസ്കാരത്തിൻ്റെ ഫർളുകൾ പറഞ്ഞാരംഭിച്ച് നിയ്യത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഇനി അതിൻ്റെ ബാക്കി തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിലും ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നിയ്യത്ത് വെക്കുമ്പോൾ, നിസ്കരിക്കാൻ വേണ്ടി നിയ്യത്ത് വെക്കുമ്പോൾ ആ നിയ്യത്തിൽ ഉൾപ്പെടേണ്ട രണ്ട് ഫർളുകൾ നമ്മൾ പറഞ്ഞു. ഒന്ന് ഖസ്ദു ഫേലിഹ, ഞാൻ നിസ്കരിക്കുകയാണ് എന്ന് എന്ത് ചെയ്യണം, അവൻ ഉദ്ദേശിക്കണം, കരുതണം. പിന്നെ തഴീനുഹ, അത് ഏതാണ് നിസ്കരിക്കുന്നത് എന്നുള്ള ആ നിസ്കാരത്തെ വ്യക്തമാക്കുകയും വേണം എന്ന് നമ്മൾ രണ്ട് നിർബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു. നിയ്യത്തിൽ വേണ്ട നിർബന്ധമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഒരു നിർബന്ധമായ കാര്യം കൂടിയാണ് ഇനി പറയാനുള്ളത് കേട്ടോ. വതജിബു നിയ്യത്തു ഫർലിൻ ഫീഹി ഐ ഫിൽ ഫർലി. വതജിബു നിർബന്ധമാണ് എന്നാണ്, നിയ്യത്ത് വെക്കുമ്പോൾ നിയ്യത്തിൽ നിർബന്ധമാണ്. എന്ത്? നിയ്യത്തു ഫർലിൻ, ഫർലാണ് എന്നുള്ള നിയ്യത്ത് കൂടി എന്ത് ചെയ്യണം, വെക്കണം എന്നർത്ഥം. ഫീഹി ഐ ഫിൽ ഫർലി, ഫർലിൽ എന്ന് പറഞ്ഞാൽ ഫർലാണ് നിസ്കരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ഫർലാണ് എന്നുകൂടി നിയ്യത്ത് വെക്കണം എന്ന്. അപ്പോൾ ഒരാൾ ളുഹർ നിസ്കരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ളുഹർ എന്ന ഫർള് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. 3 ളുഹർ എന്നുള്ള ഫർള് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ എന്ത് ചെയ്തു, ഈ 3 ഫർളുകളും അതിൽ ഉൾക്കൊണ്ടു. ഏതൊക്കെ 3 ഫർളുകൾ? ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള ഒരു ഫർള്, നിയ്യത്തിൽ ഉൾപ്പെടേണ്ട ഖസ്ദു ഫേൽ എന്നുള്ളതും ഉൾക്കൊണ്ടു. പിന്നെ തഴീന്, ളുഹറാണ് നിസ്കരിക്കുന്നത് എന്നുള്ള വ്യക്തമാക്കലായ തഴീനും ഉൾക്കൊണ്ടു. പിന്നെ ഫർലിൻ, നിയ്യത്ത് ഫർലിൻ, ഇത് ഫർലാണ് എന്നുള്ള ളുഹർ എന്ന ഫർലിനെ ഞാൻ നിസ്കരിക്കുന്നു. അങ്ങനെ 3 വുജൂബിയത്താണ് എന്ന് പറഞ്ഞാൽ വാജിബാത്തുകളാണ് എന്തിലുള്ളത്, നിയ്യത്തിലുള്ളത് എന്നർത്ഥം. വതജിബു നിയ്യത്തു ഫർലിൻ ഫീഹി, വതജിബു നിർബന്ധമാണ്, നിയ്യത്തു ഫർലിൻ, ഫർലിനെ നിയ്യത്ത് വെക്കൽ, ഫീഹി ഐ ഫിൽ ഫർലി, ഫർലിൽ ഞാൻ ഫർലാണ് നിസ്കരിക്കുന്നത് എന്ന് നിയ്യത്ത് വെക്കണം എന്നർത്ഥം. വലു കിഫായത്തൻ, ഈ ഫർള് എന്താണെങ്കിലും ശരി, ഫർള് കിഫയാണെങ്കിലും ശരി. ഫർളനെ രണ്ടിനുണ്ടല്ലോ, ഒന്ന് ഫർള് ഐനും ഉണ്ട്, ഒന്ന് ഫർള് കിഫായിയും ഉണ്ട്. ഫർള് ഐന് പറഞ്ഞാൽ എല്ലാവർക്കും ഓരോരുത്തർക്ക് എന്താണ് അത് ചെയ്യൽ നിർബന്ധമായ കാര്യമാണ്. എന്ത്? ഫർള് ഐന് എന്നുള്ളത്. ഒരാൾ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, അതിന് ശിക്ഷ, അവനക്ക് ശിക്ഷ കിട്ടും. പക്ഷെ ഫർള് കിഫായ ആണെങ്കിലോ, ഒരാൾ ചെയ്താൽ ബാക്കിയുള്ളവരിൽ നിന്നുള്ള ശിക്ഷയൊക്കെ എന്ത് ചെയ്യും, നീങ്ങിപ്പോവുകയും ചെയ്യും. ഇതാണ് രണ്ട് വ്യത്യാസം. ആരെങ്കിലും ഒരാൾ ചെയ്യണം ഫർള് കിഫയാവുമ്പോൾ. ഫർള് ഐനാകുമ്പോൾ എല്ലാവരും ചെയ്യണം. ഈ ഫർള് ഐനിൻ്റെ ഉദാഹരണമാണ് നിസ്കാരം, നോമ്പൊക്കെ. അതെല്ലാവരും ചെയ്യണം. ആരെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവനക്ക് അതിൻ്റെ ശിക്ഷ കിട്ടും ചെയ്യും. ഫർള് കിഫായൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ജനാസ നിസ്കാരം, ജനാസയിൽ പങ്കെടുക്കലൊക്കെ. അത് ആരെങ്കിലും ഒരാൾ ചെയ്താൽ ബാക്കിയുള്ളവരിൽ നിന്നുള്ള കുറ്റം, ശിക്ഷയൊക്കെ എന്ത് ചെയ്യും, മാറിപ്പോവും. ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവുകയും ചെയ്യും. അപ്പോൾ വലോ കിഫായത്തൻ, അതിന് ഫർള് കിഫയാണെങ്കിലും ശരി, ഔ നദറൻ, അല്ലെങ്കിൽ നേർച്ചയാക്കിയിട്ട് ഫർളായതാണെങ്കിലും ശരി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേർച്ചയാക്കിയിട്ട് ഫർളാവുക എന്ന് പറഞ്ഞാൽ സദക്ക കൊടുക്കുക. ഒരാൾക്ക് 100 രൂപ കൊടുക്കുക, സദക്ക കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ്, നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരാൾ എന്ത് ചെയ്തു, നേർച്ചയാക്കി ഞാൻ യത്തീമായ ഈ ഒരു മോൻക്ക് 100 രൂപ കൊടുക്കാൻ ഞാൻ നേർച്ചയാക്കി എന്നൊരാൾ എന്ത് ചെയ്താൽ, ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും, അത് ഫർളാണ്, അത് ഫർളായി മാറി. പിന്നെ എന്ത് ചെയ്യണം, അത് കൊടുക്കുമ്പോൾ നിയ്യത്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യണം, ഞാൻ
ഈ ഫർലായ സദക്ക ഞാൻ നേർച്ചയാക്കിയിട്ട് ഫർലായ ഈ സദക്ക ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് നിയ്യത്ത് വെക്കണം എന്നർത്ഥം. അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യും? ഫർള് എന്നുള്ളതിനെ ഉദ്ദേശിക്കുന്ന നിയ്യത്തിൽ കരുതണം എന്നർത്ഥം. വൈൻകാനൻ നാവി സ്വബിയൻ, ഈ നിയ്യത്ത് വെക്കുന്നവൻ ആരാണെങ്കിലും ശരി, കുട്ടിയാണെങ്കിലും ശരി. വൈൻകാനൻ നാവി ഉദ്ദേശിക്കുന്നവൻ, ആ നിയ്യത്ത് വെക്കുന്നവൻ സ്വബിയൻ കുട്ടിയാണെങ്കിലും ശരി. എന്നാൽ കുട്ടിയാണ് നിയ്യത്ത് വെക്കണത് എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം? ആ ഫർള് എന്നുള്ളതിനെ കരുതണം എന്നർത്ഥം. ഇപ്പോൾ പിന്നെ ഒരു ചെറിയ കുട്ടി ളുഹർ നിസ്കരിക്കുകയാണ്. ഒരു 10 വയസ്സായ കുട്ടി ളുഹർ നിസ്കരിക്കുകയാണ് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറയാം ഓന് ഫർള് എന്ന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കാരണം ഓനക്കിപ്പോൾ ഫർളായിട്ടില്ലല്ലോ. ഓന് പ്രായപൂർത്തി ആയാലല്ലേ നിസ്കാരം ഫർളാവുള്ളൂ. അപ്പോൾ ഓനിഞ്ഞ് ഫർള് എന്ന് നിയ്യത്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള സംശയത്തിൽ നിന്നാണ് ഈ ഒരു കാര്യം വരുന്നത്. അപ്പോൾ കുട്ടിയാണെങ്കിലും എന്ത് ചെയ്യണം? ഫർള് എന്നുള്ള നിയ്യത്ത് വെക്കണം എന്നർത്ഥം. മനസ്സിലായോ? അങ്ങനെ ഫർള് എന്നുള്ള നിയ്യത്ത് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിയതമയ്യസ അനി നഫ്ലിനെ തൊട്ട്, സുന്നത്ത് നിസ്കാരത്തെ തൊട്ട് വേർതിരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഫർളെന്നും പിന്നെ സുന്നത്തെന്നും വേർതിരിച്ച് നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ രണ്ടിൻ്റെയും എന്താ വ്യത്യാസമുള്ളത്? അപ്പോൾ ഫർളാകുമ്പോൾ ഞാൻ ഫർളാണ് നിസ്കരിക്കണത് എന്ന് നിയ്യത്ത് വെക്കണം. അത് സുന്നത്ത് നിസ്കാരത്തിൽ നിന്നും വേർതിരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്നതാ ഉദാഹരണം പറയണത്. ഉസല്ലി ഫർളുഹുരി എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. ഉസല്ലി ഞാൻ നിസ്കരിക്കുന്നു, ഫർളുഹുരി ഫർളായ ളുഹർ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. മസലൻ ഉദാഹരണമായിട്ട് അങ്ങനെ ഉസല്ലി ഫർളുഹുരി എന്ന് പറഞ്ഞാൽ അതിലെന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ നിയ്യത്തിൽ കൊണ്ടുവരേണ്ട 3 ഫർളുകൾ പറഞ്ഞു, 3 വാജിബാത്തുകൾ പറഞ്ഞു. 3 വാജിബാത്തുകളും ഈ ഉസല്ലി ഫർളുഹുരി എന്നുള്ളതിൽ ഉൾപ്പെടുന്നുണ്ട്. ഒന്ന് ഉസല്ലി എന്നുള്ള പിന്നെ ഖസ്ദു ഫേലും, ഫർള് എന്നുള്ള പിന്നെ നമ്മൾ ഫർദിനെ വിചാരിക്കണം എന്ന് പറഞ്ഞതും, പിന്നെ ളുഹർ എന്നുള്ള തഴീനും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഔ ഫർളൽ ജുമാഅത്തി, അല്ലെങ്കിൽ ജുമയുടെ ഫർള് ഞാൻ നിസ്കരിക്കുന്നു. ഉസല്ലി ഫർളൽ ജുമാഅത്തി എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. വൈൻ അദ്റക്കൽ ഇമാമ ഫി തശഹുദിഹ, ഒരാളെന്ത് ചെയ്താൽ, ഒരാളെ എത്തിച്ചാലും ശരി, ഇമാമിനെ എത്തിച്ചാലും, ഫി തശഹുദിഹ ഈ ജുമയുടെ തശഹുദിലാണ്, ജുമൻ്റെ അത്തഹിയാത്തിലാണ് ഒരാളെന്ത് ചെയ്യണത്? ഇമാമിനെ എത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിലും ശരി അവനെന്ത് ചെയ്യണം? ഉസല്ലി ഫർളൽ ജുമാഅത്തി എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരാൾ പിന്നെ ജുമക്ക് വരാൻ വൈകിട്ട് മസ്ബൂക്കായിട്ട് എന്താ ചെയ്യണത്? ഇമാമ് അവസാനത്തെ അത്തഹിയ്യാത്തിലിരിക്കുമ്പോഴാണ് ഇമാമിൻ്റെ കൂടെ ചേരുന്നത്. അപ്പോൾ ഓനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇനി അവന് ജുമഅല്ല നിസ്കരിക്കേണ്ടത്. ഇമാമിൻ്റെ കൂടെ ആ അത്തഹിയ്യാത്തിൽ ചേർന്നാലും പിന്നെ ഓൻ്റെ ജുമ നഷ്ടപ്പെട്ടു. ഓനെ ളുഹറാണ് പിന്നെ നിസ്കരിക്കേണ്ടത്. മസ്ബൂക്കായിട്ട് നിസ്കരിക്കുമ്പോൾ എന്താണ്? ളുഹറാണ് നിസ്കരിക്കേണ്ടത്. അല്ല ജുമൻ്റെ നഷ്ടപ്പെട്ട് വെച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ പോരാ, ഓനെന്ത് ചെയ്യണം? 4 റക്അത്ത് നിസ്കരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് നിയ്യത്ത് വെക്കുമ്പോഴും ഉസല്ലി ഫർളൽ ജുമാഅത്തി എന്ന് തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ ഫർള് കഴിഞ്ഞു കേട്ടോ. ഫർള് നിയ്യത്തിൽ വേണ്ട ഫർളുകൾ കഴിഞ്ഞു. 3 എണ്ണം നമ്മൾ പറഞ്ഞു, ആ 3 എണ്ണം കഴിഞ്ഞു. ഇനി സുന്ന ഫിൻ നിയ്യത്തി, നിയ്യത്തിൽ വേണ്ട സുന്നത്താണ് പറയണത്. സുന്ന ഫിൻ നിയ്യത്തി, നിയ്യത്തിൽ സുന്നത്താണ് ഇലാഫത്തുൻ ഇലല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർക്കൽ. അള്ളാഹുവിലേക്ക് ചേർക്കൽ എന്ന് പറഞ്ഞാൽ ലില്ലാഹി തആല എന്ന് പറയാം. നമ്മൾ ഉസല്ലി ഫർളൽ ളുഹരി 4 റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടി എന്ന് പറയല്ലോ. അങ്ങനെ ആ അള്ളാഹുവിന് വേണ്ടി എന്ന് പറയൽ എന്താകുന്നു? സുന്നത്താകുന്നു. ഖുറൂജൻ മിൻ ഖിലാഫി മൻ ഔജബഹ, അത് സുന്നത്താണെന്ന് പറയാൻ കാരണം, നമ്മൾ സുന്നത്തെങ്കിലും ആക്കാൻ കാരണം എന്താണ്? ഖുറൂജൻ, അത് പുറപ്പെടാൻ വേണ്ടിയിട്ടാണ്. മിൻ ഖിലാഫി മൻ ഔജബഹ, ആ ഇലാഫത്തുൻ ഇലല്ലാ, അള്ളാഹുവിലേക്ക് ചേർക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ ഒരുത്തരുടെ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ എന്ത് പറഞ്ഞിട്ടുണ്ട്? അങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്തിട്ട് ലില്ലാഹി തആല എന്ന് പറയൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പം നമ്മൾ പറയാം ഷാഫി മദ്ഹബിൽ നിർബന്ധമൊന്നുമില്ല. പിന്നെ അങ്ങനെ അവർക്ക് നിർബന്ധമാണ് എന്ന് പറയുന്നവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ, അപ്പോൾ അതിനെ പരിഗണിച്ചിട്ട് നമ്മൾ എന്ത് പറയാം, സുന്നത്താണ്. അല്ലാതെ തീരെ അത് വേണ്ടെന്നല്ല പറയണത്. പോലെ നിർബന്ധമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളത് പരിഗണിച്ചിട്ട് നമ്മളെ മദ്ഹബിൽ എന്തുള്ളൂ, സുന്നത്തുള്ളൂ എന്ന്. ഖുറൂജൻ അത് പിന്നെ സുന്നത്താണ് എന്നാക്കാൻ കാരണം ഖുറൂജൻ അത് പുറപ്പെടാൻ വേണ്ടിയിട്ടാണ്. മിൻ ഖിലാഫി അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് മൻ ഔജബഹ അതിനെ ഇളാഫത്തുൻ ഇലല്ലാഹിയെ നിർബന്ധമാണ് എന്ന് പറഞ്ഞ ഒരുത്തരുടെ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നും ഒരു കാരണം അത്. പിന്നെ രണ്ടാമത്തെ കാരണം വലിയ തഹഖഖ മാനൽ ഇഖ്ലാസി, വലിയ തഹഖഖ ഒന്ന് ദൃഢമാവാൻ വേണ്ടി, ഒന്ന് ഉറപ്പാവാൻ വേണ്ടി എന്നർത്ഥം. വലിയ തഹഖഖ ഒന്ന് ഉറപ്പാവാൻ വേണ്ടി, ദൃഢമാവാൻ വേണ്ടി. മാനൽ ഇഖ്ലാസി ഇഖ്ലാസിൻ്റെ അർത്ഥത്തെ എന്നാൽ അതൊരു പിന്നെ ഭയഭക്തി, ഒരു പിന്നെ നമുക്കൊരു ആത്മാർത്ഥത ഉണ്ടാകുന്ന ഒരു അർത്ഥമാണ്. അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു അർത്ഥം ദൃഢമാവാൻ വേണ്ടി കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ലില്ലാഹി തആല എന്ന് പറയുന്നത് സുന്നത്താണ് എന്ന് പറഞ്ഞത്. ഇനി വേറൊരു സുന്നത്ത്, നിയ്യത്തിൽ വേണ്ട വേറൊരു സുന്നത്ത് പറയാണ്. വതഅറുലുൻ ലി അദാഇൻ ഔ ഖളാഇൻ, വതഅറുലുൻ വ്യക്തമാക്കലും സുന്നത്താണ്, വെളിവാക്കലും സുന്നത്താണ്. ലി അദാഇൻ ഔ ഖളാഇൻ എന്ത്, ഇത് നിസ്കാരം അദാ ആണ് എന്നോ അല്ലെങ്കിൽ നിസ്കാരം ഖളാ ആണ് എന്ന് വ്യക്തമാക്കൽ സുന്നത്താണ്. അപ്പോൾ നിസ്കരിക്കുന്ന നിസ്കാരം പിന്നെ ഞാനിത് അദാ ആയിട്ടാണ് നിസ്കരിക്കുന്നത് എന്ന് അല്ലെങ്കിൽ ഖളാ ആയിട്ടാണ് നിസ്കരിക്കുന്നത് എന്ന് വ്യക്തമാക്കൽ സുന്നത്താണ്. വലാ യജിബു എന്തൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല എന്നർത്ഥം. വൈൻകാന അലൈഹി ഫായിത്തുൻ മുമാസിലത്തുൽ ലിൽ മുഅദ്ദാത്തി, വൈൻകാന അലൈഹി അവൻ്റെ മേലിൽ ഉണ്ടെങ്കിലും ശരി, ഫായിത്തത്തുൻ നഷ്ടപ്പെട്ട നിസ്കാരം, മുമാസിലത്തുൻ ഒരേപോലെയുള്ള എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ നിസ്കാരങ്ങൾ അവനക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ലിൽ മുഅദ്ദാത്തി അതാ ആയിട്ട് തന്നെ അവനക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചില നിസ്കാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാരണത്താലേ അവനക്ക് അതാ ആയിട്ട് തന്നെ പിന്നെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരം എന്ത് ചെയ്യാം. അപ്പോൾ അങ്ങനെ അവനക്ക് പിന്നെ ഉണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ അത് നിസ്കരിക്കുമ്പോഴും അതാ എന്നാണല്ലോ പറയേണ്ടത് എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം, എന്നുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെയും നമുക്ക് എന്ത് ചെയ്താൽ മതി, അതാ എന്ന് വൈൻകാന അലൈഹി ഫായിദത്തുൽ മുമാത്തിലത്തുൽ മുഅദ്ദാത്തി എന്നർത്ഥട്ടോ. വൈൻകാന അലൈഹി അവൻ്റെ മേലെ ഉണ്ടെങ്കിലും ശരി, ഫായിദത്തുൻ നഷ്ടപ്പെട്ട നിസ്കാരം, മുമാത്തിലത്തുൽ മുഅദ്ദാത്തി മുമാത്തിലത്ത് പറഞ്ഞാൽ ഒരുപോലെയുള്ള. അപ്പോൾ ളുഹറാണ് അവനക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്, അവനിപ്പം ഞാൻ നിസ്കരിക്കാൻ പോണതും ളുഹർ തന്നെയാണ്, കാരണം ഇത് മുമ്പത്തെ ളുഹറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിലും ശരി, ഇപ്പോൾ ഞാനിന്നൊരു ളുഹർ നിസ്കരിക്കാണ്ടല്ലോ, അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇത് ഞാൻ ളുഹർ അദാ ആണെന്ന് ഖളാ ആണെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യണോ, നിയ്യത്ത് വ്യക്തമാക്കി പറയണോ എന്ന് അങ്ങനെയൊന്നും ഇല്ല എന്നർത്ഥം. അത് നിർബന്ധമൊന്നുമില്ല, സുന്നത്തുള്ളൂ എന്നർത്ഥം. ഖിലാഫൻ ലിമഅ്തമദഹുൽ അദ്റയ്യു, അദ്റൈമാമ് എഴുത്തിമാതായി പറഞ്ഞതിന് എതിരായിട്ട് എന്നർത്ഥം. അദ്റൈമാം എന്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വ്യക്തമാക്കി പറയണം എന്നർത്ഥം. വൽ അസഹു സിഹത്തുൽ അദാഇ ബിനിയ്യത്തിൽ ഖളാഇ വഅക്സുഹു. വൽ അസഹു അസഹായ അഭിപ്രായ പ്രകാരം സിഹത്തുൽ അദാഇ അദാ ആയ നിസ്കാരം സഹീഹാണ്, ബിനിയ്യത്തിൽ ഖളാഇ ഖളാഇൻ്റെ നിയ്യത്ത് കൊണ്ട്. എന്നാൽ ഒരാൾ ളുഹർ നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്തു, ഞാൻ ളുഹർ ഖളാ ആയിട്ട് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞു, ശരിക്കത് അദാഇൻ്റെ സമയത്തായിരുന്നു സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ നിസ്കാരം തന്നെയാണ് സഹീഹാണ് എന്ന് തന്നെയാകുന്നു. വഅക്സുഹു നേരെ തിരിച്ചും എന്ന് പറഞ്ഞാൽ ഒരാൾ ഖളാ ആയിട്ട് നിസ്കരിച്ചതാണ്, ളുഹർ ഖളാ ആണ് ഖളാ ആയി സമയം കഴിഞ്ഞു എന്നുള്ള ഉദ്ദേശത്തിൽ അവൻ എന്ത് ചെയ്തു, ഞാൻ ഖളാ ആയിട്ട് ളുഹർ നിസ്കരിക്കുന്നു എന്ന് നിസ്കരിച്ചു, ഇപ്പം എന്ന് പറഞ്ഞ് നിസ്കരിച്ചു. പിന്നെയാണ് എന്ത്, പിന്നെ സമയം അത്ര ആയിട്ടൊന്നുമില്ല എന്നവനക്ക് ഓടിയത്. അപ്പോൾ ഖളാ എന്നുള്ള നിലക്കാണല്ലോ അവൻ നിസ്കരിച്ചത്, അപ്പോൾ അത് പിന്നെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, സഹിയാണെന്നർത്ഥം. ഈ നുദീറ എപ്പോൾ അറിയോ, എപ്പോഴും അങ്ങനെയൊന്നും പറ്റുമോ, തോന്നണ പോലെ അങ്ങനെ നിസ്കരിക്കാനില്ല. ഈ നുദീറ അവനക്ക് കാരണം ഉണ്ടെങ്കിൽ പിന്നെ ഹെവി ഗൊയ്മ് പോലത്തെ എന്ന് പറഞ്ഞാൽ മേഘം പോലത്തെ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ മേഘം കാരണത്താൽ സമയം എത്രയെന്ന് അറിയണില്ല, അപ്പോൾ അത് അതാ ആണോ ഖളാ ആണോ എന്ന് അവർക്ക് സംശയം.
അപ്പോൾ അവൻ എന്ത് ചെയ്തു, ഇത് നിസ്കാരം കലാ ആയി എന്ന് വിചാരിച്ചിട്ട് കലാ എന്ന നിലക്ക് നിയ്യത്ത് വെച്ച് നിസ്കരിച്ചു. പിന്നെ മനസ്സിലായത് അതാ ആയിരുന്നു എന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നർത്ഥം. അപ്പം ഇല്ല, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അവൻ വെറുതെ അങ്ങോട്ട് വെച്ചാണ് പറഞ്ഞാൽ ധോന് ഉറപ്പാണ് എന്ത് കല അയക്കണേന്ന്. പിന്നെ അവൻ വെറുതെ അതാ ആണ് അങ്ങനെയൊക്കെ വെച്ചാൽ ബത്തല കത്താൻ ഉറപ്പായിട്ടും നിസ്കാരം ബാത്തിലാണ്. ഇല്ല തലാബി ഓൻ അതുകൊണ്ട് കളിച്ച കാരണത്താൽ ഓനത് വെറുതെ കളിക്കല്ലോ, ഓൻ ഇവിടെ ഉറപ്പാണ് എന്ത് നിസ്കാരം കല അയക്കണേന്ന്. പിന്നെ ഓൻ വെറുതെ അതാ ആണെന്ന് വെക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് കളിച്ച കാരണത്താൽ നിസ്കാരം ബാത്തിലാവുന്നതാണ് എന്നർത്ഥം. അപ്പോൾ താറുൽ ഇസ്തിഖ്ബാലിൻ വാദതി റക്കായത്തിൻ താറുല്ലൻ പിന്നെ വ്യക്തമാക്കലും സുന്നത്താണ്. ലിസ്തിഖ്ബാലിൻ കിബിലക്ക് മുന്നിടുന്നു എന്നും വാദതി റക്കായത്തിൻ എത്ര റക്കായത്തുണ്ട്, 4 റക്കാത്താണ്, 4 റക്കാത്ത് 3 റക്കാത്താണ്, 3 റക്കാത്ത് എന്നൊക്കെ വ്യക്തമാക്കൽ സുന്നത്താണ്. ലിൽ ഖുറൂജി മിൻ ഖിലാഫി മൻ ഔജബ താറുല ലഹുമ, അത് രണ്ടും ഈ അതത് റക്കാത്തും അതുപോലെ തന്നെ ഇസ്തിഖ്ബാലും കിബിലക്ക് മുന്നിടലൊക്കെ പിന്നെ നിർബന്ധമാണ് എന്ന് പറഞ്ഞ ഒരു തരുടെ എന്നാണ് കുറച്ച് പണ്ഡിതന്മാരുടെ ആ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് ഖുറൂജ് ആവാൻ വേണ്ടിയിട്ടാണ്, പുറത്ത് ചാടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സുന്നത്താണ് എന്ന് പറഞ്ഞത്. സുന്ന നുത്തുക്കുൻ ബി മൻവിയിൻ, സുന്നത്താക്കപ്പെടും നുത്തുക്കുൻ ബി മൻവിയിൻ, നമ്മൾ ആ നിയ്യത്ത് വെച്ചത് കൊണ്ട് ഉച്ചരിക്കൽ, നമ്മൾ മനസ്സിൽ മാത്രം വെച്ചാൽ പോരാ, അത് ഉച്ചരിക്കൽ, മനസ്സിൽ മാത്രം വെക്കലാണ് സുന്നത്ത്, പക്ഷെ അത് ഉച്ചരിക്കൽ നുത്തുക്ക് എന്താകുന്നു സുന്നത്താണ്. കബല തക്ബീരി തക്ബീറത്തുൽ ഇഹ്റാമിന് മുമ്പ്. ലിയുസായിദ ലിസാനു അൽ ഖൽബ, എന്തിനാണ് ഉച്ചരിക്കണത്? നാവ് നമ്മുടെ ഹൃദയത്തെ ലിയുസായിദ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഖുറൂജൻ മിൻ ഖിലാഫി മൻ ഔജബഹു, ഈ നുത്തുക്കും ഉച്ചരിക്കലും നിർബന്ധമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ആ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ടും അർത്ഥം. വലോ ഷക്ക ഹൽ അതാബി കമാലി നീയത്തി ഔല, ഇനി നീയത്തിൽ ഒരാൾ സംശയിച്ചാൽ, വലോ ഷക്ക ഒരാൾ നീയത്തിൽ സംശയിച്ചു, ഹൽ അതാബി കമാലി നീയത്തി ഔല, ഞാൻ നീയത്ത് പരിപൂർണമായിട്ട് കൊണ്ടുവന്നോ ഇല്ലേ, നീയത്തിൻ്റെ ഫർളുകളൊക്കെ ഞാൻ പാലിച്ചോ ഇല്ലേ ഒരാൾ സംശയിച്ചാൽ. ഔ ഹൽ നവ ലുഹ്റന വസറ, അല്ല ഞാൻ ലുഹ്റ് എന്നാണോ അതോ അസർ എന്നാണോ നീയത്ത് വെച്ചത് എന്ന് പിന്നെ എന്ത് ചെയ്താൽ ഒരാൾ സംശയിച്ചാൽ, ഫൈൻ ദക്കറ ബാദു തൂലി സമാൻ, എന്നിട്ടോ എനിക്ക് ഓർമ്മ വന്നത് കുറേ സമയത്തിന് ശേഷമാണ്, കുറേ സമയത്തിന് ശേഷമാണ് പിന്നെ എന്ത് ചെയ്തത് ഓർമ്മ വന്നത്, എനിക്ക് ഫാത്തിഹ ഓതുന്ന സമയത്ത് ഉണ്ടായ സംശയമാണ്, പിന്നെ സൂറത്തൊക്കെ ഓതി കഴിഞ്ഞിട്ടാണോ എനിക്ക് എന്ത് വരേണ്ടത് അതിൻ്റെ ഓർമ്മ വരേണ്ടത്. അപ്പോൾ ബാദ ഇത്തിയാനിഹി ബി റുക്കിനിൻ, അല്ലെങ്കിൽ ഒരു റുക്കിനൊക്കെ കൊണ്ടുവന്നതിന് ശേഷമാണോ അവൻ എന്ത് ചെയ്യണത് പിന്നെ അവനക്ക് ഇത് ഓർമ്മ വരുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലോ കൗലിയൻ റുക്കിൻ എന്ന് പറഞ്ഞാൽ കൗലിയായ റുക്കിനാണെങ്കിൽ ശരിക്കൽ കിറാത്ത് പോലെ ഫാത്തിഹ ഓതി കഴിഞ്ഞ് അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യണത് പിന്നെ ഓർമ്മ വരുന്നത് എന്നുണ്ടെങ്കിൽ ബത്തലത്ത് സലാത്തുഹു, നിസ്കാരം എന്താണ് ബാത്തിലാണ്. കാരണം നീയത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സംശയത്തിനൊരു സ്കോപ്പേ ഇല്ല. നീയത്ത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓർമ്മയോട് കൂടെ തന്നെ വെക്കണം. നീയത്തിൽ സംശയത്തിന് എന്തില്ല, സ്കോപ്പില്ല എന്നർത്ഥം. അങ്ങനെ നീയത്തിൽ സംശയിച്ചാൽ നിസ്കാരം ബാത്തിലാണ്. ഔ കബ്ലഹുമ, ഇനി പിന്നെ അതിന് രണ്ടിനെയും മുമ്പാണെങ്കിൽ, എന്നാൽ ബാദ തൂലി സമാനിൻ, കുറേ സമയമൊന്നും ആയിട്ടില്ല, പെട്ടെന്ന് സംശയിച്ചു, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു ഓർമ്മ വരും ചെയ്തു. അല്ലെങ്കിൽ പിന്നെ ഒരു റുക്കിന് കൊണ്ടുവരുന്നതിൻ്റെ ഒക്കെ മുമ്പ്, ബാദത്യാനി റുക്കിൻ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഒരു റുക്കിന് കൊണ്ടുവരുന്നതിന് മുമ്പ് ഒക്കെയാണ് അവനക്ക് സംശയം ദൂരീകരിക്കപ്പെട്ടത് എന്നാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു റുക്കിനൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ അവനക്ക് ഓർമ്മ വരികയും ചെയ്താൽ ഫല എന്ത് ചെയ്യൂല, നിസ്കാരം ബാത്തിലാവുകയും ഇല്ല എന്നർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.